ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗംഗയാണ്. ഗംഗയാണെങ്കിൽ ആ കാടിനുള്ളിലെ വീട്ടിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വേറെ ഒന്നല്ല, പട്ടണത്തിലേക്ക് പോയിട്ടുള്ള വേലു തന്നെ തിരിച്ചറിയുമോ? അവിടെയാണെങ്കിൽ ഇവനെ ലുക്കൗട്ട് നോട്ടീസൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവനെ അത് തിരിച്ചറിയാൻ പറ്റുമോ? അവൻ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്? സത്യങ്ങളൊക്കെ എല്ലാവരോടും പറയുമോ? അവനാണെങ്കിൽ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാണ്. ഇനിയിപ്പോൾ അവൻ വന്നിട്ട് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ എന്നെ ചിന്തിച്ചിട്ട് പുറത്തേക്ക് നോക്കി ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗംഗ. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയെയാണ്. കല്യാണിയാണെങ്കിൽ ലക്ഷ്മിയമ്മയുടെയും കാർത്തികയുടെയും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കാർത്തികയ്ക്ക് വേണ്ട കല്യാണ ഡ്രസ്സുകളൊക്കെ സാരികളൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്തിനാ മോളെ ഇത്ര അധികം ഡ്രസ്സ് എന്നിങ്ങനെ ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ഇരിക്കട്ടെ, കല്യാണത്തിന് മാത്രമല്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടും തലേ ദിവസവും ഒക്കെ ഉടുക്കാനുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗംഗയെ കുറിച്ച് പറയുന്നുണ്ട്. ഗംഗ അവൻ പോയതിന് ശേഷം ഒരു സമാധാനമുണ്ട്. എന്നാലും മോള് പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് മോള് സ്വപ്നം കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അവനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടാവും മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, അതിനൊന്നും സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കല്യാണി പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഇവനെ പറ്റി ദിലീപിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ദിലീപ് അവൻ നല്ലൊരു സ്നേഹമുള്ള കുട്ടിയാണ് എന്ന് പറയുമ്പോൾ അത് അമ്മ എന്തായാലും കിരണേട്ടനെ പോലെ തന്നെ സ്നേഹിക്കാൻ അറിയുന്ന ആൾ തന്നെയാണ് ദിലീപേട്ടന്. അതുകൊണ്ട് തന്നെ ദിലീപേട്ടൻ നമ്മുടെ കാർത്തികേച്ചിക്ക് പൊന്നു പോലെ നോക്കിക്കോളുമെന്ന് പറയാണ്. അങ്ങനെ എന്തായാലും ഈ സാരികളൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കായിരുന്നില്ലേ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ സമയം കിട്ടുമ്പോൾ അയച്ചു കൊടുക്കാം എന്നിങ്ങനെ തമാശ രൂപയിൽ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഇതെന്നാ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കാർത്തിക സാരിയൊക്കെ എടുത്തുകൊണ്ട് അലമാരിയിൽ കൊണ്ട് വെക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവരങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ പറയുന്ന വേലുവാണ്. അപ്പോൾ പുറത്താണെങ്കിൽ നമ്മുടെ മൂപ്പൻ്റെ ഭാര്യയും കൂടി എന്തൊക്കെയോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേലു അവിടെ നിന്നും വരുന്നുണ്ട്. ഗംഗയാണെങ്കിൽ ഒളിഞ്ഞങ്ങനെ നോക്കുകയാണ്. ഇവൻ വരുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേലു വേഗം വന്നിട്ട് നീ എന്താടാ ഇന്ന് നേരത്തോടെ വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതെ, ഇന്ന് വേഗം തേനൊക്കെ വിറ്റ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് ശരി, അപ്പം നല്ല പൈസ കിട്ടി കാണുമല്ലോ, നീ പോയിട്ട് ഷാപ്പിലൊക്കെ കയറി കുടിച്ച് കാണുമല്ലേ എന്നിങ്ങനെ മൂപ്പൻ്റെ ഭാര്യ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ലില്ല, ഞാൻ ഒരു തുള്ളി പോലും തൊട്ടിട്ടില്ല, മലദേവതയ്ക്കുള്ള കള്ള് പോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കുടിക്കണ്ട, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അവൾക്ക് ഇഷ്ടമല്ല കുടിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഞാൻ കുടിച്ചിട്ടിട്ട് ഇനി കാര്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ അവൻ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് അല്ല എന്താ ഇടാ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്തു. പിന്നെ നമ്മൾ കൊടുക്കുന്ന തേൻ നല്ല തേനാണല്ലോ. അപ്പോൾ അതെ, നമ്മുടെ നിന്ന് കടക്കാർ, നാട്ടിലുള്ള പട്ടണത്തിലുള്ള കടക്കാർ അത് വാങ്ങിയിട്ട് അത് ഒരു കുപ്പി വാങ്ങിയത് അത് അവരൊരു 10 കുപ്പി ആക്കിയിട്ടാണ് പുറത്ത് വിൽക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർക്കൊന്നും നല്ല തേനല്ല കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെ അവൻ വേലു നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗംഗയ്ക്കൊരു ആശ്വാസം, അവൻ എന്തായാലും എന്നെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു എന്നും ഇങ്ങനെ ആശ്വാസത്തിലിരിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ അമലുവിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അമലു ആണെങ്കിൽ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് അണിഞ്ഞൊരുങ്ങി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമലുവിൻ്റെ അരികിലേക്ക് വേലു വരികയാണ്. അങ്ങനെ വേലു വരുമ്പോഴും സുന്ദരിയായിട്ടുണ്ടല്ലോ അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ എന്ന് പറയാണ്. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, എന്നാ ഇത് വാങ്ങിക്ക്, ഞാൻ എന്തായാലും പട്ടണത്തിൽ പോയപ്പോഴും തേൻ വിറ്റപ്പോൾ ഒരുപാട് പൈസ കൂടുതൽ കിട്ടി, അപ്പം അതുകൊണ്ട് നിനക്ക് എന്തായാലും വാങ്ങിക്കേണ്ടേ എന്ന് കരുതി വാങ്ങിച്ചതാണ് എന്നും പറഞ്ഞിട്ട് അപ്പോൾ അമലുവിന് വേലുവിനെ കാണുമ്പോൾ തന്നെ മുഖത്ത് ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കുകയാണ്. അതുവരെ കണ്ണാടിയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരുന്ന് അവളെ മുഖം അങ്ങ് വല്ലാതെ വീർത്തു പോകുന്നുണ്ട്. അപ്പോൾ വേലു നല്ല സന്തോഷത്തിലാണ് ഈ സമ്മാനം കൊടുക്കുന്നത്. അങ്ങനെ അത് വാങ്ങിക്കുന്നുണ്ട്. അവളൊരു ഇഷ്ടമില്ലാത്തൊരു മനസ്സോട് കൂടി തന്നെ അവൾ വാങ്ങിക്കുകയാണ്. എന്നിട്ട് അത് തുറന്നു നോക്ക് എന്ന് വേലു പറയുകയാണ്. അങ്ങനെ അത് തുറന്നു നോക്കുമ്പോൾ അതിൽ മാലയും അതുപോലെ തന്നെ ഒരു അതായത് കാട്ടുവാസികൾ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു മാലയും കരിവളയോ അങ്ങനെ എന്താ കുപ്പിവളൊക്കെയാണ് അതിലുള്ളത്. അങ്ങനെ അത് കണ്ടിട്ട് നീ എന്തിനാ ഇതെനിക്ക് വാങ്ങിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്ത് വർത്താനാടി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ, നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കേണ്ടേ എന്ന് പറയാണ്. അങ്ങനെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമലു ആ സാധനങ്ങൾ മുഴുവനും വേലുവിൻ്റെ മുന്നിൽ തന്നെ എടുത്ത് വലിച്ചെറിയുകയാണ്, പൊട്ടിക്കുന്നുണ്ട് അത് മുഴുവനും.
അപ്പോൾ വേലുവിൻ്റെ ഹൃദയം തകർന്ന പോലെ ആവുകയാണ്. വേലു പറയുന്നുണ്ട്, നീ എന്താടി ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. എനിക്കിഷ്ടമല്ല നിങ്ങൾ ഇതൊന്നും എനിക്ക് വാങ്ങിക്കൊണ്ട് വരുന്നത്. നിനക്ക് ഇഷ്ടാവില്ല, നിനക്കും അവൻ വന്ന് വിനായകൻ തന്നു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടാവുമല്ലോ. അത് എനിക്കിഷ്ടമാണ്, എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടമാണ്, താൻ എൻ്റെ അരികിലേക്ക് വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വേലു പറയാണ്, എടി നീ എന്തായാലും എന്നോട് ഈ ചെയ്യുന്നതിന് നിന്നോട് മലദേവത നിന്നോട് എന്തായാലും കണക്ക് ചോദിക്കൂടെ, അത് ഉറപ്പാണ്, നീ പിന്നീട് ഇതിൻ്റെ പേരിൽ ഖേദിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഞാൻ സഹിച്ചോളാം എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേലും വിനായകൻ്റെ അരികിൽ വന്നിട്ട് പറയാണ്, നീ ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നിന്നെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ സഹിതമാണ് എന്നോട് പലതും ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. നീ എന്തായാലും ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഉദ്ദേശത്തിലല്ല എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു കാര്യം അമലുവിനോട് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ വേണമെങ്കിൽ അവനെ പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ കൊടുക്കായിരുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ താനിവിടെ കാണില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് അവിടെ നിന്നും പോകുകയാണ്. അതിനുശേഷമാണെങ്കിൽ അമല് വേഗം പോകുന്നത് നമ്മുടെ വേലുവിൻ്റെ അരികിലേക്ക് തന്നെയാണ്. അങ്ങനെ വേലുവിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് അവനിങ്ങനെ മാലയും അതുപോലെ വളയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു, കുപ്പിവളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. എന്തിന്, അവൻ്റെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ അവൻ്റെ മുന്നിൽ വെച്ച് അത് പൊട്ടിച്ച് കളയുകയും ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ അമലുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ വിനായകൻ. അതായത് ഗംഗ കെട്ടിപ്പിടിക്കുകയാണ്. അത് അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ അവർ പരസ്പരം ഇങ്ങനെ സ്നേഹിച്ച് അതിര് വിട്ട പോലെ ഇങ്ങനെ അവരിങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ചൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അതിന് ശേഷം വീണ്ടും അവൻ ഇങ്ങനെ അവളിങ്ങനെ അമല് പറയുകയാണ്, അതെ ഞാൻ അവിടെ ഒരു മുത്തിയമ്മയുടെ അരികിലേക്ക് പോയായിരുന്നു. അപ്പോൾ അവളൊരു നല്ലൊരു ശക്തി ഉള്ളതാണ്. ഞാൻ അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു തുളസിയില എടുത്തിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹം വിചാരിച്ചു, ഞാനത് ഇട്ടുകൊടുത്തു. ആ ആഗ്രഹം എന്ന് പറയുന്നത് വിനായകേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടുമോ ഇല്ലയോ എന്നായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം സാധിച്ചില്ല, കെട്ടില്ല എന്നാണ് അതിൽ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ, അതായത് ഗംഗ പറയുകയാണ്, അതിലൊന്നും വിശ്വസിക്കേണ്ട, അതൊന്നും കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല, നല്ല വിശ്വാസമല്ല, നല്ല ശക്തിയുള്ള അമ്മയാണത് എന്ന് പറയാണ്. അങ്ങനെ ഞാൻ എന്തായാലും നിന്നെ കല്യാണം കഴിക്കുള്ളൂ, അതെനിക്കറിയാം, ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നും പറഞ്ഞ് അവർ വീണ്ടും അങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം വീട് ചിലപ്പോൾ അവൻ എന്നോടുള്ള ദേഷ്യത്തിൽ അവൻ ഈ കാഴ്ച ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കും. അവരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, പിന്നെ അവൻ പറഞ്ഞു നടക്കുന്നതൊക്കെ സത്യമാണെന്ന് എൻ്റെ അച്ഛനമ്മയും വിശ്വസിച്ച് പോകും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മുടെ കല്യാണിയെ കാണിക്കുന്നുണ്ട്. കിരൺ കൊണ്ടുവന്ന തേൻ കയ്യിലെടുത്ത് കുടിച്ചിട്ട് പറയുന്നുണ്ട്, അടിപൊളി തേനാളിൽ നല്ല സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ശാന്ത ചേച്ചിക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. ചേച്ചി കുടിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശാന്ത ചേച്ചിയും പറയുന്നുണ്ട്, നല്ല തേനാണ്. അങ്ങനെ നമ്മുടെ കിരൺ അവിടേക്ക് വരുന്നുണ്ട്. കിരൺ നമ്മുടെ ഈ വേലുവിനെ കണ്ട കാര്യവും വേലുവും അതുപോലെ തന്നെ രതീഷും തമ്മിൽ പരിചയമുണ്ടായിരുന്ന കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതായത് ഈ ഗംഗയെ തല്ലി ചതച്ച സ്ഥലത്താണ് ഈ വേലുവിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടേക്കൊന്ന് ചുറ്റിക്കാണണം, എന്തായാലും കല്യാണി ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നതല്ലേ എന്നിങ്ങനെ ബൈജു അവിടെ വന്നിട്ട് പറയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അല്ല ഇനി എന്തായാലും പോകുമ്പോൾ ഞാനും കിരണേട്ടനും കൂടി പൊക്കോണ്ട്, എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ്. നീ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ വരണതെന്ന് എനിക്കറിയാം, അപ്പോൾ നീ എന്നെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടത് കൊണ്ടല്ലേ, നിനക്ക് പേടിയുള്ളത് കൊണ്ടല്ലേ എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വിചാരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ വരെയും പോകാം, ഇവനെ പറ്റി ഒന്ന് ചുറ്റി അടിച്ചിട്ട് അറിഞ്ഞിട്ടൊക്കെ വരികയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും കൂടി തീരുമാനിക്കുകയുണ്ട്. അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.